كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏറെ ആരവമേറിയ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഇരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. എല്ലാവരുടെയും മനസ്സിൽ അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ലോകത്തെ ഏത് മേഖലയിലും റിസൾട്ട് എന്നത് എല്ലാ മേഖലകളിലുമുള്ള ഒന്നാണ്. അത് പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും പരീക്ഷയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഈ മേഖലകളെല്ലാം റിസൾട്ടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മേഖലകളാണ്. നമ്മുടെ ജീവിതവും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരു റിസൾട്ട് കേന്ദ്രീകൃത ജീവിതമാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. ആ റിസൾട്ടിലേക്കുള്ള പ്രവർത്തനങ്ങൾ എന്നത് നമ്മുടെ ദുനിയാവിലെ പ്രവർത്തനങ്ങളാണ്. ഈ ദുനിയാവിലെ പ്രവർത്തനങ്ങളിൽ നമുക്ക് എത്രത്തോളം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ശുദ്ധീകരിക്കുവാനും പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും കഴിയുന്നുവോ അത്രത്തോളം നാളെ പരലോകത്ത് നമ്മുടെ റിസൾട്ട് നന്നാകും. നമുക്ക് നമ്മുടെ പാരത്രിക ലോകം പോലെ അതിലെ റിസൾട്ട് പോലെ പ്രധാനമാണോ, അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട വല്ലതുമുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറെ ചിന്തയോടുകൂടി നാം ആലോചിക്കേണ്ട ഒന്നാണ്. പരലോകത്തേക്കുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നത് ഈ ദുനിയാവിൽ നാം എന്ത് ചെയ്തോ, ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി എന്ത് ചെയ്തോ, ആ ചെയ്തതിനുള്ള റിസൾട്ട് ഓരോ മനുഷ്യരും നാളെ പരലോകത്ത് കാണും എന്നതാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഫമൻ യഅമൽ മിത്കാല ദർറത്തിൻ ഖൈറൻ യറ, ആരാണോ ഒരു അണുമണി തൂക്കം നന്മ ചെയ്യുന്നത്, ദർറത്ത് എന്നാൽ സൂര്യപ്രകാശത്തിൽ പറക്കുന്ന അതിസൂക്ഷ്മമായ ഒരു പൊടിപടലത്തെയാണ് ദർറത്ത് എന്ന് പറയുക. നമ്മളൊരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ, പൊടിയുള്ള ഒരു സ്ഥലത്തൊരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന പൊടികൾ ഉണ്ടാകും. അതിലെ ഒരു പൊടിക്കാണ് ദർറത്ത് എന്ന് പറയാം. ഫമൻ യഅമൽ മിത്കാല ദർറത്തിൻ ഖൈറൻ യറ, അത്ര ചെറിയ ഒരു പ്രവർത്തനം നന്മയായി ആര് ചെയ്തോ അത് റിസൾട്ടായിക്കൊണ്ട് അവൻ കാണും.
വമൻ യഅമൽ മിത്കാല ദർറത്തിൻ ശർറൻ യറ, അത്രത്തോളം തിന്മയും ആരാണോ ചെയ്തത് അതും അവൻ കാണും. അപ്പൊ നമ്മുടെ ഈ ദുനിയാവിലെ ഓരോ നിമിഷവും ഓരോ സമയവും ഓരോ പ്രവർത്തനവും അത് നാളെ പരലോകത്തെ റിസൾട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലിഖ്, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരി നാളെ പരലോകത്ത് നന്മയുടെ റിസൾട്ടായി കൊണ്ടുവരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്, നിങ്ങൾ എന്താണോ നന്മയിൽ നിന്ന് ബാക്കി വെക്കുന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നന്മകൾ, നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നാളെ പരലോകത്ത് റിസൾട്ടായി കൊണ്ടുവരും. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൂട്ടത്തിൽ എല്ലാ ആളുകളും, പ്രത്യേകിച്ച് നമ്മളൊക്കെ പഴയ കാലഘട്ടം മുതൽ തന്നെ ആളുകളെ പഠിപ്പിച്ചത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ മനുഷ്യർക്ക് ഉണ്ടാകണമെന്നതാണ്. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടരുത് എന്നോ നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്നോ അത് വിലക്കപ്പെട്ടതാണ് എന്നോ എന്ന സന്ദേശമല്ല, രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണമെന്നതാണ്. അപ്പോൾ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ മനുഷ്യർക്കുണ്ട്. മനുഷ്യരെല്ലാവരും ആവേശത്തിലാണ്, എല്ലാവരും സജീവതയിലാണ്, എല്ലാവരും എല്ലാ പ്രവർത്തനങ്ങളിലും ഏത് പാർട്ടിയുടെ കൂടെയാണെങ്കിലും സജീവമായി പ്രവർത്തിക്കും. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ റിസൾട്ട് ലഭിക്കുന്ന നാളെ പരലോകത്ത് ഏറ്റവും കനം തൂങ്ങുന്ന ഒരു പ്രവർത്തനമുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഏതാണ് ആ പ്രവർത്തനം? ഏതാണ് ആ ശ്രേഷ്ഠമായ പ്രവർത്തനം? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക്, അല്ലാഹുവിന്റെ ദീനിലേക്ക്, വിശുദ്ധ ഇസ്ലാമിലേക്ക്, ഇസ്ലാമിന്റെ നന്മകളിലേക്ക് ഒരു മനുഷ്യനെ നിങ്ങൾ ക്ഷണിക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പ്രവർത്തനമാണ്. വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നതും, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്ന് പറയുകയും ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചു, നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ്. നമ്മൾ ഏത് വിഭാഗത്തിന്റെ കൂടെയായാലും അതിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചോ ആ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ 100% മൈനസില്ലാത്ത ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതേതും അങ്ങനെയാണ്, കാരണം മനുഷ്യൻ നടത്തുന്ന ഒന്നാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വിളിക്കുന്ന ഒരു സംരംഭത്തിലേക്ക്, ഒരു സംവിധാനത്തിലേക്ക്, ഒരു കാഴ്ചപ്പാടിലേക്ക്, ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ എത്ര ആളുകളെ ക്ഷണിക്കുന്നുണ്ട്? അവിടെ നമ്മുടെ മനസ്സിലേക്ക് പല വിചാരങ്ങളും വരും, പല കാരണങ്ങളും വരും. അവരങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അവര് കണക്കന്നെയാണ്, ഓലെത്ര ഗ്രൂപ്പാ, അവരെത്ര പാർട്ടിയാ, അവര് ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ദീനിലേക്ക് വിളിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ, അത് ശുദ്ധമായ ഒരു ആദർശമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും നാം പലതിൽ നിന്നും മാറി നിൽക്കുന്നു. നമുക്കതിന് പിശാചു തോന്നിപ്പിക്കുന്ന കുറെ കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മളൊക്കെ എത്ര സജീവതയുള്ള ആളുകളായിരുന്നു ഈ ദിവസങ്ങളിൽ, ഏറെ സജീവതയുള്ളവരായിരുന്നു. ഉറക്കൊഴിച്ച രാത്രികളുണ്ട്, എത്രയോ ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്, എത്രയോ കാര്യങ്ങളുടെ പിറകെ നമ്മൾ പോയിട്ടുണ്ട്, നമ്മുടെ സമ്പത്തും സമയവും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ റിസൾട്ട് വരുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് ഒരാളെ ക്ഷണിക്കുക എന്നത്. നമുക്ക് എങ്ങനെയും ക്ഷണിക്കാം. എല്ലാവർക്കും മിമ്പറിൽ കയറി ഖുതുബ പറയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, എല്ലാവർക്കും ഒരു മൈക്കിന് മുന്നിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ടാകുന്ന ഒരുപാട് സൗഹൃദങ്ങളുണ്ട്.
നമ്മൾ ആകാശത്തിന് ചുവട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അവരുമായി നമ്മൾ പങ്കുവെക്കും. പക്ഷെ പലപ്പോഴും പലരും ദീനിന്റെ കാര്യം പറയൂല. ളുഹറിന്റെ ബാങ്ക് കൊടുത്താൽ ചില ആളുകൾ ഒറ്റക്ക് ഞാൻ എപ്പണ് വരട്ടോ, അവൻ വന്ന് നിസ്കരിക്കും, ഓ പോവും. ഓൻ നിസ്കരിക്കുന്നുണ്ട്, അവൻ നന്നാകുന്നുണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയം പറയുന്നത് പോലെ, തന്റെ പാർട്ടിക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് പറയുന്നത് പോലെ, അതിൽ ആസ്വാദനവും അതിൽ ആവേശവും കാണുന്നത് പോലെ, എന്റെ പ്രഭാഷണം തുടങ്ങിയപ്പോൾ പോലും ഇതൊരു രാഷ്ട്രീയ കുത്തുബയാകുന്നോ എന്ന് ഭയപ്പെട്ടതുപോലെയുള്ള ഒരു ഭയം പോലും പലപ്പോഴും ആളുകൾക്കില്ല. എന്തപ്പം ഇവിടെ തുടങ്ങാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോ, കുത്തുബ തുടങ്ങിയപ്പോ ആ ഒരു ബേജാറ്, ആ ഒരു ആവേശം, നമ്മളത് പറഞ്ഞ് പരലോകത്തേക്ക് കൊണ്ടുവന്നതാ. പക്ഷെ എന്തപ്പം ഇവിടെ പറയണത്, നമുക്കാകെ നമ്മുടെ ചോരങ്ങനെ തിളക്കൺ. ആ ഒരാവേശം, അതിന്റെ പകുതി ഒരാവേശം ദീനിലേക്ക് ഒരാളെ ക്ഷണിക്കാൻ, ഒരു മെസ്സേജ് ഒരാൾക്ക് കൊടുക്കാൻ, മതപരമായ ഒരു ഉപദേശത്തിന്റെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറയുമ്പോ കുടുംബത്തോടൊപ്പം ഒന്ന് വരാൻ, പ്രായമുള്ളവരെ തങ്ങളുടെ വാഹനത്തിൽ കയറ്റി അവിടെയൊന്ന് കൊണ്ടുവന്നിരുത്താൻ. എത്രത്തോളം സ്വന്തം ഉമ്മയെപ്പോലും, ഉമ്മാക്ക് പ്രോഗ്രാമിന് പോണമെന്നുണ്ട്, ഉമ്മാക്ക് സമ്മേളനത്തിലേക്ക് എത്തണമെന്നുണ്ട്, പക്ഷെ പ്രായമായില്ലേ, നടക്കൂല. പ്രായവർക്ക് എന്ത് നടക്കും? വോട്ട് ചെയ്യാൻ വരൽ നടക്കും. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ എന്നെ അടക്കാണ് പറയുന്നത്, നമുക്ക് നമ്മുടെ ഭൗതികമായ വിഷയത്തിലുള്ള ഒരു താല്പര്യത്തിന്റെ പകുതിയെങ്കിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ നമ്മളൊക്കെ എത്രത്തോളം സമയം കണ്ടെത്താറുണ്ട് എന്നത് ഈ സന്ദർഭത്തിൽ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ ഒരു ഇസ്ലാമികമായ ഒരു സന്ദേശം ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ, അത് ആളുകളിലേക്കൊന്ന് പങ്കുവെക്കുമ്പോ, നമ്മുടെ കൂട്ടുകാരനോട് ഞാനിത് കേട്ടു, എനിക്കിത് കേട്ടപ്പോൾ ഒരു മാറ്റമുണ്ടായി, നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എന്ന് പറയാൻ നമുക്ക് തോന്നുകയാണ്. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ദീനുണ്ടാകാം, നമുക്ക് ദീനാകാം. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മൂല്യരാവോ? ഞാൻ ഇനി സംഘടനയുടെ ഒരു ഭാഗമാവോ? ഞാനൊരു മോശക്കാരനാവോ? ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പുറത്താവോ എന്ന് നമുക്കറിയാതെ തോന്നുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചോദിക്കുക. എന്നിട്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ദീനിലേക്ക് വിളിക്കുക എന്ന പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഭാഗവാക്കാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കോടിക്കണക്കിന് ആളുകളിലേക്ക് അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, 16-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് മരണപ്പെട്ടു, 18-ാമത്തെ വയസ്സിൽ ഞാൻ ഒരു കടയിൽ ജോലി ചെയ്തു. എനിക്ക് ആ സന്ദർഭത്തിൽ എൻ്റെ കടയിലേക്ക് ഞാൻ ശുദ്ധമായ ശിർക്ക് ചെയ്ത് എല്ലാ ജാറങ്ങളിലേക്കും മഖ്ബറകളിലേക്കും പോയി പലിശയുമായി ഇടപെട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരാൾ ഒരു ദിവസം കൊണ്ടുവന്ന് ഒരു മാസിക തന്നു, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അയാളത് വാങ്ങി, അയാളത് വായിച്ചു. അയാൾ പറയാം, എൻ്റെ ജീവിതം മാത്രം എൻ്റെ കുടുംബത്തിൽ നിന്ന് അന്ന് മുതൽ മാറി. എൻ്റെ മാതാവ് മാറിയിട്ടില്ല, പിതാവ് മാറിയിട്ടില്ല, സഹോദരങ്ങൾ മാറിയിട്ടില്ല, ഞാൻ മാറി. അന്ന് മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയതാണ്, എനിക്ക് മാറ്റം ലഭിച്ച ഈ ആദർശം എത്ര ആളുകളിലേക്ക് എത്തിക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അതിലെ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തത്. കോടിക്കണക്കിന് ആളുകളിലേക്ക് ആ സന്ദേശം എത്തുന്നു. പലപ്പോഴും ആളുകൾക്ക് എന്താ ചെയ്യുക? വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി വീട്ടിലാണ് ഭാര്യമാർ. ഇനി എന്ത് ചെയ്യും? ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. അടുക്കളന്റെ ഭാഗം കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സിറ്റ് ഔട്ട് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മൈലാഞ്ചി ഇടുന്നത് എങ്ങനെയും കാണിച്ചു കൊടുക്കുക. മോശമെന്നല്ല ഞാൻ പറയുന്നത്, അനുവദനീയമായതൊക്കെ മനുഷ്യന്മാർക്ക് ചെയ്യാം. പക്ഷെ എന്നാലും തോന്നാറുണ്ടോ ഒരായത്ത്, അതിൻ്റെ ഒരർത്ഥം, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് അതെന്റെ വകയായി ഒന്ന് അയച്ചു കൊടുക്കുന്ന ഒരു സംരംഭം എനിക്ക് തുടങ്ങിക്കൂടെ എന്ന ഒരു ആലോചനയിലേക്കെങ്കിലും നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള ആളുകൾ ആലോചിക്കാറുണ്ടോ? അപ്പൊ നമ്മുടെ റിസൾട്ട് വരുന്ന ഒരു സമയമുണ്ട്. ആ റിസൾട്ടിൽ വിജയിക്കാൻ ഒരു ഷെയർ മതിയാകും, ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുത്താൽ മതിയാകും. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഫവല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലിഅൻ യഹ്ദിയല്ലാഹ ബിക റജുലൻ വാഹിദ, ഒരു മനുഷ്യന് നീ സന്മാർഗത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കാൻ കാരണക്കാരനായി തീർന്നാൽ, ഖൈറും ലക മിൻ ഹുമരിൻ നഅം, ഒരു ചുവന്ന ഒട്ടകത്തെ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം അതാണ്.
അറബികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒന്നായിരുന്നു ഒരു ചുവന്ന ഒട്ടകം ഉണ്ടാകുക എന്നത്. ഒരാൾക്ക് നന്മയിലേക്ക് കാരണമായി തീരാൻ, ഒരാൾക്കൊരു വഴി കാണിച്ചു കൊടുക്കാൻ നീ കാരണമായി തീർന്നാൽ അതാണ് ഉത്തമം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പൊ നമ്മുടെ ആവേശം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് പോലെ ദീനിന്റെ കാര്യത്തിൽ, മതത്തിന്റെ കാര്യത്തിൽ, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന്റെ കാര്യത്തിൽ യാതൊരു മടുപ്പും മടിയുമില്ലാതെ അഭിമാനത്തോടുകൂടി നമുക്കുണ്ടാകേണ്ട ഒന്നാണ്. നമ്മുടെ വിചാരണയുടെയും നമ്മുടെ റിസൾട്ടിന്റെയും ദിനമെന്നത് ആരവങ്ങളില്ലാത്ത ദിനമാണ് നമ്മുടേത്. അതിലൊരു ആരവമില്ല. ഖുർആൻ പറയുന്നത് യൗമഇദിൻ യത്തബിഊന ദാഇ ലാ ഇവജ ലഹു. അന്നൊരു ശബ്ദം ഇങ്ങനെ കേൾക്കും, എവിടുന്നോ ഒരു ശബ്ദം. ആ ശബ്ദത്തിന്റെ പിറകെ ആളുകൾ പോകും, യാതൊരു മടുപ്പുമില്ലാതെ, യാതൊരു പ്രയാസവുമില്ലാതെ, ഒരു മടിച്ചു നിൽക്കലുമില്ലാതെ. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ. എല്ലാ ശബ്ദങ്ങളും പരമകാരുണ്യവാനായ അള്ളാഹുവിന് കീഴൊതുങ്ങും. ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. ശ്വാസം വിടുന്ന മനുഷ്യന്റെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദം ഉണ്ടാവില്ല. അതാണ് ഹംസ എന്ന് പറഞ്ഞാൽ. വേറെ ഒന്നും ഉണ്ടാവില്ല, ഒരു ശ്വാസമെടുക്കുന്ന ശബ്ദം മാത്രം. ഈ ലോകത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ സൃഷ്ടിക്കപ്പെട്ട ഈ ലോകം എന്ന് അവസാനിക്കുന്നുവോ അതിൽ മരണപ്പെട്ട മുഴുവൻ മനുഷ്യന്മാരെയും മഹ്ശറയിൽ വിചാരണക്ക് വേണ്ടി ഒരുമിപ്പിച്ചു കൂട്ടുമ്പോ ഒരാളുടെ ശബ്ദം പോലും ഒരാൾ പുറത്തേക്ക് എടുക്കൂല. എല്ലാ ശബ്ദങ്ങളും അള്ളാഹുവിന് കീഴൊതുങ്ങും, മനുഷ്യൻ ശ്വാസമെടുക്കുന്ന ശബ്ദം മാത്രം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാത്തൻ ഖുറാത്തൻ ഖുർല. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിൽ ആളുകളെ ഒരുമിപ്പിച്ചു കൂട്ടും, നഗ്നപാതരായി, നഗ്നരായി മനുഷ്യരെ ഒരുമിപ്പിച്ചു കൂട്ടും. ഫഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അദ്ദിജാലു വന്നിസാഉ ജമീഅൻ യൻദുറു ബഅലുഹും ഇലാ ബഅലിൻ. അങ്ങനെ ആളുകളെ ഒരുമിപ്പിച്ചു കൂട്ടുമ്പോൾ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലേ പ്രവാചകരെ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ, അൽ അംറു അശദ്ദു മിൻ അൻ യഹുമ്മുഹും ദാലിക. അതിനേക്കാൾ വലിയ കാര്യമായിരിക്കും ആളുകളുടെ മനസ്സിൽ വിചാരണയെക്കുറിച്ചുള്ള ആശങ്കയോടെ എന്റെ കാര്യം എന്താകും എന്ന് നാം ആശങ്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. അത് ആരവങ്ങളില്ലാത്ത ദിനമാണ്. അവിടെ തിരുത്താൻ പറ്റൂല. ഇവിടെ ഒരാൾ ജയിച്ചാൽ പിന്നെ തോൽക്കാം, ഒരാൾ തോറ്റാൽ പിന്നെ വിജയിക്കാം, ഭരണം മാറി മറിയാം. പരലോകത്തൊരൊറ്റ ചാൻസേ ഉള്ളൂ. ആ ചാൻസിന് കുറേ കൊല്ലം പടച്ചോടെ തരുന്നുണ്ട്. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ചോ, അൽഹംദുലില്ലാ, ആ കുട്ടി രക്ഷപ്പെടുത്തും. എത്ര കാലം ജീവിക്കുന്നുവോ, ആയുസ് കൂടാനാണല്ലോ നമ്മളൊക്കെ ശ്രമിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയാണല്ലോ. അള്ളാഹുവിന്റെ ഒരു ഖളാ ഉണ്ട്. പക്ഷെ എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും ആ മനുഷ്യൻ വിചാരണക്ക് വിധേയനാകും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുദ്നിൽ കാഫിറു യൗമൽ ഖിയാമത്തി മിനൻ നാരി. നിഷേധിയായ ഒരു മനുഷ്യനെ അള്ളാഹു നരകത്തിനടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ചോദിക്കും, അത്തറാ ഹാദാ, നീ ഇത് കണ്ടോ, നരകം കണ്ടോ? അദ്ദേഹം പറയും, നഅം, അതെ. ലൗ കാന ലക മാ അലൽ അർളി മിൻ ശൈഇൻ അകുൻത തഫ്തദി ബിഹി. അല്ലാഹു ചോദിക്കും, ഈ ഭൂമിയിലുള്ളത് മുഴുവൻ നിന്റെ സംരക്ഷണത്തിലാണ്, നിന്റെ പക്കലാണെന്ന് വിചാരിക്കുക. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അത് മുഴുവൻ വിട്ടുകൊടുക്കാൻ നീ തയ്യാറാണോ? അള്ളാന്റെ ചോദ്യം. ഭൂമിയിലുള്ളതൊക്കെ നിന്റെതാന്ന് വിചാരിക്കുക, പക്ഷെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, നീ അതിന് തയ്യാറാണോ? ഫയഖൂലു, അദ്ദേഹം പറയും, നഅം. ഫയഖൂലു, അല്ലാഹു ആ മനുഷ്യനോട് പറയും, ഖദ് അറത്ത മിൻക അഹ്വനു മിൻ ഹാദാ. നിന്നോട് ഇതിനേക്കാൾ എത്രയോ നിസ്സാരമായതായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. നിന്റെ വിചാരണയിൽ നിനക്ക് രക്ഷപ്പെടാൻ വളരെ നിസ്സാരമായത്. 24 മണിക്കൂറിൽ 25-30 മിനിറ്റ് മാത്രം അള്ളാഹുവിനു വേണ്ടി, നമസ്കാരത്തിനു വേണ്ടി, നിനക്ക് തന്ന സമ്പത്തിൽ നിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് വെറും 2.5% സക്കാത്ത്. നിനക്കെത്രയോ സമ്പത്ത് നൽകി. നീ ലോകത്ത് കാണാത്ത സ്ഥലങ്ങളില്ലായിരുന്നു,
ടൂറ് പോകാത്ത പ്രദേശങ്ങളില്ലായിരുന്നു. എന്നാൽ ആ ഹറമിന്റെ ഭൂമികയിലേക്ക്, ആ മക്കയുടെ ഭൂമികയിലേക്ക് ഒന്ന് പോകണമെന്ന് ആഗ്രഹം പോലും നിനക്കില്ലായിരുന്നല്ലോ എന്നൊരു ചോദ്യം പടച്ചോ നമ്മളോട് ചോദിച്ചാൽ അതിന്റെ അവസ്ഥ എന്താ? പണമല്ല പ്രശ്നം, കാരണം എത്രയോ സ്ഥലത്ത് പോയി. പക്ഷെ ആ ഹറമിലേക്കൊന്നു പോയി, ആ കഅബയിലേക്കൊന്നു പോയി, ആ മക്കയിലേക്കൊന്നു പോയി ഹജ്ജ് ചെയ്യാൻ നീ സമയം കണ്ടെത്തിയില്ലല്ലോ. എത്രയോ ആസ്വാദനങ്ങൾ, വിവാഹം കഴിക്കാം, മക്കളുണ്ടാകാം, അനുവദനീയമായ എന്തുമാകാം, കുറച്ച് കാര്യങ്ങളിൽ നിന്നോ പാടില്ല എന്ന് പറഞ്ഞു. അത് നീ ചെയ്തില്ലേ? വളരെ നിസ്സാരമായതാ അല്ല ചോദിച്ചത്, പക്ഷെ അത് നീ നൽകിയില്ലല്ലോ എന്ന മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. എന്നാൽ വിശ്വാസിയായ, നന്നാകണമെന്ന് ആഗ്രഹമുള്ള, പരമാവധി നന്നായി നടന്ന മനുഷ്യനാണ്. ആരും പൂർണ്ണരല്ല, ഒരാളും ഈ ലോകത്ത് പൂർണ്ണരല്ല. പലതും പലരിൽ നിന്നും പല പ്രവർത്തനങ്ങളും പുറത്തറിയുമ്പോൾ നമ്മൾ വിലയിരുത്താൻ അയാൾ മോശമാണ്. അതെന്തുകൊണ്ടാ? നമ്മൾ അറിഞ്ഞതുകൊണ്ടാ. അറിയാത്തത് ഈ ലോകത്ത് എത്രയോ മനുഷ്യന്മാരുടെ രഹസ്യമായി കിടക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യർക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടാകണം, നന്നാകണം, നല്ല മനുഷ്യനാകണം. ദുനിയാവിൽ ഒന്നും മംനൂ അല്ല, വിലക്കല്ല. ഇവിടെ എന്തും ആകാം മനുഷ്യന്. ഇവിടെ ഒക്കെ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. ഇസ്ലാമിൽ നന്നാകാൻ വിവാഹം ഒഴിവാക്കണം എന്നില്ല, വിവാഹം കഴിക്കാൻ വേണ്ട. ഇസ്ലാമിൽ നന്നാകാൻ മക്കൾ ഉണ്ടാകരുത് എന്നല്ല, ഉണ്ടാകണം എന്നാ പറഞ്ഞത്. ഇസ്ലാമിൽ ഹലാലായി എത്രയും സമ്പാദിക്കാം. അപ്പൊ ഒക്കെ ഓക്കെയാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങളെ വിരോധിച്ചിട്ടുള്ളൂ. അപ്പൊ നന്നാകണം, നല്ല മനുഷ്യനാകണം, എനിക്ക് വിശ്വാസം ശുദ്ധമുള്ളതാകണം, ശിർക്ക് കലരാത്തതാകണം, എനിക്ക് നമസ്കരിക്കണം, എനിക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം എന്നൊക്കെ ഒരു വിചാരമുള്ള, പരമാവധി നന്മയിൽ ജീവിച്ച ഒരു മനുഷ്യനെ ഇന്നല്ലാഹ യുദ്ദിനിൽ മുഅ്മിന, ആ മനുഷ്യനെ അള്ളാഹു അടുത്തേക്ക് കൊണ്ടുവരും. ഫയളഉ അലൈഹി കത്ഫഹു വയസ്തുറുഹു, എന്നിട്ട് കരുണയുടെ പുതപ്പിൽ അള്ളാഹു ആ മനുഷ്യനെ മൂടും. കാരണം അത്ര കരുണ മനുഷ്യന് വേണം. ആ മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് അള്ളാഹു മറച്ചു വെക്കും, അയാളുടെ ന്യൂനതയൊന്നും മറ്റുള്ളവർ കാണാതിരിക്കാൻ. എന്നിട്ട് ചോദിക്കും, അതഅരിഫു ദംബൻ കദാ, ഈ തെറ്റ് നീ ചെയ്തതാണോ? അതഅരിഫു ദംബൻ കദാ, ഈ തെറ്റ് നീ ചെയ്തതാണോ? ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി, ആ മനുഷ്യൻ ആ തെറ്റ് അംഗീകരിക്കും. പടച്ചോനെ, ഞാൻ ചെയ്തത് തന്നെയാണത്, അല്ലാഹുവേ ഞാൻ ചെയ്തതാണ്, പക്ഷെ ഞാൻ ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട്, ഞാൻ നന്നായിട്ടുണ്ട്, ഞാൻ നന്നാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയും, സതർതഹ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ നിന്റെ തിന്മകളൊക്കെ ഞാനാ മറച്ചു വെച്ചത്, ഞാൻ മറച്ചു വെച്ചതാണ് നീ ചെയ്തതൊക്കെ. വ അന അഗ്ഫിറുഹാ ലക്കൽ യൗം, ഇന്ന് ഞാൻ നിന്റെ പാപങ്ങൾ പുറത്തു തരുന്നു. അല്ല മറച്ചു വെക്കും, ചേർത്തു പിടിക്കും. അതിന് നമ്മുടെ മനസ്സിൽ നമ്മുടെ റിസൾട്ടിനെ കുറിച്ചുള്ളൊരു ആശങ്ക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയിൽ എൻ്റെ റിസൾട്ട് എന്തായിരിക്കും, എൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ റിസൾട്ടിന് എത്രത്തോളം ഗുണമുണ്ടാകുന്ന ഒന്നാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരവസ്ഥ ഈ ദുനിയാവിൽ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.